ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഗുരുദേവന് മോഷ്ടാക്കളോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന 3 കഥകൾ പറയാം. ഒരിക്കൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് ഇല്ലാതിരുന്ന അവസരത്തിൽ ക്ഷേത്രമുള്ള സ്ഥലത്ത് നിന്ന് ഒരു വാഴക്കുല ആരോ വെട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ അന്തേവാസികൾ അതേപ്പറ്റി അന്വേഷണം നടത്തി മോഷ്ടാവിനെ പിടികൂടി തൊണ്ടി മുതലും കണ്ടെത്തി. ഈ വിവരത്തിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ആ സ്റ്റേഷനിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഗുരുഭക്തനായിരുന്നു. അതുകൊണ്ട് മോഷ്ടാവിന് നല്ല ശിക്ഷ കിട്ടും എന്ന് ഉള്ള വാർത്തയും പരന്നു. ഈ വിവരം ഗുരുദേവൻ അറിഞ്ഞപ്പോൾ വളരെ ദുഃഖിതനായി. അദ്ദേഹം അനുയായികളോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇനി മേലാൽ ഞാൻ അരുവിപ്പുറത്തേക്ക് വരികയില്ല. ഒരു മനുഷ്യൻ്റെ കണ്ണുനീർ വീണ സ്ഥലത്ത് ഞാൻ ഇനി നിൽക്കുകയില്ല. ഇനി അവിടെ സന്യാസിമാർ തമ്മിൽ കലഹമുണ്ടാകും, ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം നശിക്കും. ഇത് കേട്ടവർ ഉടനെ അരുവിപ്പുറത്ത് പോയി കുമാരനാശാനെയും മറ്റും കണ്ട് ഗുരുദേവൻ പറഞ്ഞതെല്ലാം അറിയിച്ചു. പരാതി കൊടുത്തവർ ഉടൻ പോയി പരാതി പിൻവലിച്ചു. ഗുരുദേവനെ സമീപിച്ച് തെറ്റുപറ്റിയതിന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ശാന്തിക്കാരൻ ഗുരുദേവനോട് പറഞ്ഞു, ഒരു കള്ളൻ രാത്രിയിൽ വന്ന് പ്ലാവിൽ നിന്ന് ചക്ക ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. അവൻ പകല് വന്ന് ചക്ക നോക്കി കണ്ടുവയ്ക്കും, പിന്നെ രാത്രിയിൽ വന്ന് അത് ഇട്ടുകൊണ്ട് പോകും. എനിക്ക് ആളെ അറിയാം. ഇത് കേട്ട ഗുരുദേവൻ പറഞ്ഞു, നിനക്ക് അയാളോട് രാത്രി വന്ന് ചക്ക ഇട്ടുകൊണ്ട് പോകുന്നത് എന്തിനാണ്, പകല് വന്ന് ഇട്ടുകൊണ്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൂടായിരുന്നു? രാത്രിക്ക് ഇരുട്ടത്ത് നടക്കുന്നത് വല്ല ഇഴജന്തുക്കളും കാണും, അത് അപകടമാണ്. അവനോട് പറ, ചക്ക പകൽ വന്ന് ഇട്ടുകൊണ്ട് പോയിക്കൊള്ളൂ എന്ന്. നിനക്ക് വിശക്കുന്നവരുടെ മനസ്സറിഞ്ഞുകൂടാ, മനസ്സിൽ കരുണയുണ്ടാവണം. ഇത് കേട്ട ശാന്തിക്കാരൻ ലജ്ജിതനായി. അയാൾ വിചാരിച്ചത് ഗുരുദേവൻ കള്ളനെ ശപിക്കുകയോ വിളിച്ച് ശാസിക്കുകയോ ചെയ്യും എന്നായിരുന്നു. ആലുവായിൽ അദ്വൈതാശ്രമത്തിന് ഉള്ള കെട്ടിടങ്ങളും മറ്റും പണിതുകൊണ്ടിരിക്കുന്ന അവസരം. ഗുരുദേവൻ ആലുവായിൽ ഉള്ള ദിവസം ആശ്രമത്തിൽ നിന്ന് അല്പം മാറി കിഴക്ക് ദിക്കിലായി ഒരു ദരിദ്ര കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്താൽ അവരുടെ വീട് ചോർന്നൊലിക്കും. വീടിൻ്റെ ഒരു വശം ഉത്തരം ദ്രവിച്ച് ആ ഭാഗം വീണു പോയേക്കുമോ എന്ന് തോന്നുന്ന അവസ്ഥ. വീട്ടുകാരൻ അതൊന്ന് താങ്ങി നിർത്താൻ എന്തു ചെയ്യണം എന്ന് അറിയാതെ വിഷമിക്കുകയാണ്. അടുത്ത് ആശ്രമത്തിലുള്ള കെട്ടിടം പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് രാത്രിയിൽ പോയി ഒരു തടിക്കഷണം എടുത്തുകൊണ്ടുവരാം എന്ന് അയാൾ തീരുമാനിച്ചു. ഒരു അർദ്ധരാത്രി സമയമായപ്പോൾ അയാൾ മെല്ലെ ആശ്രമ പരിസരത്ത് ചെന്നു. തടി അറുത്തു വച്ചിരിക്കുന്നതിൽ നിന്ന് തനിക്ക് ഉപയോഗ്യമായത് ആണ് എന്ന് തോന്നിയ ഒന്നെടുത്ത് തോളത്ത് കയറ്റാൻ ശ്രമിക്കുന്നു. അല്പം ഭാരക്കൂടുതലുണ്ട്, എടുത്തു പൊക്കാൻ പ്രയാസപ്പെടുന്നു. അപ്പോൾ അതാ ഒരാൾ വന്ന് അത് എടുത്തു പൊക്കാൻ തന്നെ സഹായിക്കുന്നതായി അയാൾ കാണുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് സാക്ഷാൽ ഗുരുദേവൻ തന്നെ ആയിരുന്നു. അയാൾ ഭയന്ന് വിറച്ച് സ്വാമിയുടെ കാൽക്കൽ വീണു. ഗുരുദേവൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, സമാധാനിപ്പിച്ചു. അയാളോട് ഇങ്ങനെ പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയിക്കൊള്ളൂ, ഭയപ്പെടേണ്ട, ഇത് നാം നിനക്ക് തന്നിരിക്കുന്നു. കുട്ടികൾക്ക് നനയാതെ കിടക്കേണ്ടേ?
പിറ്റേ ദിവസം ആശ്രമത്തിലെ അന്തേവാസികളിൽ ഒരാൾ തടി നഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കുകയും അത് അയൽക്കാരൻ്റെ വീട്ടിൽ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അത് നാം അവന് കൊടുത്തുവിട്ടതാണ്, ആരും മോഷ്ടിച്ചതല്ല. നമസ്കാരം.